ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഗ്രാജുവേഷൻ ഡേ ആണ്. നമ്മളെല്ലാവരും സാരി കൊടുത്ത് വന്നിട്ടുണ്ട്. റെഡിയായി ഫുൾ സെറ്റാണ്. ഓക്കെ ഗേൾസ് സാരിയാണ്. അപ്പം നമ്മൾ ഫുൾ റെഡി ആയിട്ടുണ്ട്. എക്സൈറ്റഡ് ആണ്. എൻ്റെ മമ്മി വന്നിട്ടുണ്ട് ഗൈസ്. ഇതെൻ്റെ മമ്മിയാണ് ഗൈസ്. ഞാൻ എൻ്റെ അമ്മേനെ കുറച്ച് എല്ലാവരും ഇപ്പം നമ്മളെല്ലാവരെയും പാരൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹാപ്പി ഗേളിൻ്റെ സല്യൂട്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ കാണിച്ചു. അതെ ഓക്കെ. ഇത് ചന്ദന സുധീറിന്റെ ചേച്ചിയാണ് വന്നിട്ടുണ്ട് ഗ്രാജുവേഷനായിട്ട്. ചന്ദന സുധീറിന്റെ ചേച്ചിയാണ് വന്നിട്ടുള്ളത് ഗ്രാജുവേഷന്. ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് അതെ, ഞങ്ങൾ ഈ കോട്ടൊക്കെ ഇട്ട് കയറാനായിട്ട്. അതെ, ഇതാണ് ഞങ്ങളുടെ പാരൻസ്. ഇത് വിസ്മയുടെ അമ്മ, ഇതെന്റെ മമ്മി. ചിരിക്കി ഇവർക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം. നാണമാണ് ഗൈസ്, ഇവരൊന്നും മിണ്ടൂല. സംസാരിക്കാനുണ്ട് എന്തെങ്കിലും? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഡയലോഗ്. ഗ്രാജുവേഷൻ എനിക്കും നല്ല അഭിമാനം തോന്നുന്നുണ്ട്. ഗൈസ്, ഇവർക്കൊന്നും സംസാരിക്കാൻ അറിയില്ല ഗൈസ്. സംസാരിക്കുന്നുണ്ട്. അതെ ഗൈസ്, ഓഡിറ്റോറിയത്തിൽ കയറി പക്ഷേ സീറ്റില്ല. കാരണം 270 ആണ്. ഇത്രയും പാരൻസിനെ സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഞങ്ങൾ നിൽക്കേണ്ടി വരും തോന്നുന്നുണ്ട്. Today, they stand before us as confident, skilled, and ready to conquer the world. Today is not only a celebration of our academic journey, but also a moment of reflect on the collective efforts of parents, teachers, and mentors who have guided along the way. Good morning to all the students, graduating students, proud parents who are sitting there, and my dear faculty. But to be frank, they are one of the best batch in the department. And MHR, truly speaking, very good students we have. I request everyone to kindly arise. Offer a serene and vibrant environment for learning and growth. Equipped with state-of-the-art facilities, our campus is designed to foster innovation and excellence. Cutting-edge research facilities, enabling students to explore their passion across 50-plus academic streams and 100-plus diverse programs. Our cutting-edge labs are designed to foster creativity. All graduating students to kindly rise. I invite Dr. Rajeshwari, Dean Academics, to kindly administer the oath. I declare the following. I pledge that I will represent Aditya R, many congratulations. Amrita CT, many congratulations. Maya, many congratulations. ചന്ദന സുധീറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. Twinkle Maria, many congratulations. Twinkle. Congratulations, Vismaya. ഫൈനലി വി ആർ ഗ്രാജുവേറ്റഡ്. ഓക്കെ ഗൈസ്, വൈകിട്ട് ഒരു സെമം കൂടി ബാക്കിയുണ്ട്. ഒരു കൂടി വയലൻസ് ഉണ്ട്, പക്ഷെ ഗ്രാജുവേറ്റഡ്. ഓക്കെ, അപ്പോൾ പരിപാടിയൊക്കെ സെറ്റായിരുന്നു. ഇനി ഫുഡ് കഴിക്കണം. അതും കൂടി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫുഡും കൂടി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ എന്നേരം എന്തെങ്കിലും
എടുക്കുവാണെങ്കിൽ കാണിക്കാം. അതെ. ഫുഡൊക്കെ എന്തായാലും കാണിച്ചു തരാം. ഫുഡ് ഇൻക്ലൂഡ് ആണ് അല്ലേ, നമ്മളെ പാരന്റ്സിനും നമുക്കും ഫുഡ് ഇൻക്ലൂഡ്, ട്രിപ്പെല്ലാം പോകുന്ന പോലെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഫുൾ ടയേർഡായി, വിശന്ന്. കാരണം സെക്ഷൻ ആയിരുന്നു ഇത്ര നേരം. പിന്നെ രാവിലത്തെ മുതലേ ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ വീട്ടുകാരായാലും ടയേർഡായി ആകെ. അപ്പൊ നമ്മളിനി ഫുഡ് കഴിച്ചിട്ട് വരാം. സോ ഗൈസ് അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ ഗ്രാജുവേഷൻ ഡേ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇനി ഡ്രസ്സ് റിട്ടേൺ ചെയ്യാൻ പോവാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവാം. ഫുഡ് ടയേർഡായി വന്ന കോലം അല്ല, തിരിച്ചു പോണ കോലം. പിക്കൊന്നും വരെയൊക്കെ കിട്ടാതെ തന്നെ നല്ല വിഷമമുണ്ട്. എനിക്ക് വിഷമമുണ്ട്, കാരണം എനിക്കൊന്നും കിട്ടിയില്ല. കാരണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനെ ലാസ്റ്റ് ആയിരുന്നു ഞാൻ. പിന്നെ ആകെ വയ്യാണ്ടുമായി. 270 ആയിരുന്നു. കാരണം ബി ഒക്കെ ഇനി കുട്ടികൾക്ക് പേരിടുന്നുണ്ടെങ്കിൽ അതെ, കുട്ടികൾക്കെല്ലാം പേരിടുന്നുണ്ട്. മിഡിലിടല്ലോ ഇടുക, അല്ലാണ്ട് സ്റ്റാർട്ടിങ്ങിലൂടെ ഭയങ്കര എൻഡായിട്ട് ഇടരുത്. കാരണം എന്റെ ആവുമ്പോ ലാസ്റ്റ് ആയിരിക്കും. ഫസ്റ്റ് ആണെങ്കിൽ എക്സാമിനൊക്കെ ഫ്രണ്ടിലിരിക്കും. അത് മാത്രല്ല, ഇപ്പൊ എന്തുണ്ടെങ്കിലും ഫ്രണ്ടിലായിരിക്കും. ഇപ്പൊ മിഡ് ആവുമ്പോ നമുക്കൊരു ഐഡിയ കിട്ടും. അതെ. അപ്പൊ ഒരു ഇതെല്ലാരും കുട്ടികളുടെ പേരിടുന്നുണ്ടെങ്കിൽ മിഡിലിടാൻ നോക്കുക. ഒരു MN BC അല്ലാതെ ഇതുപോലെ ടിയും ബിയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ഇടുകയും ചെയ്യരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ലാസ്റ്റ് ഫസ്റ്റ് എല്ലാം വിളിച്ച് എല്ലാരും വിളിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ഓഡിറ്റോറിയം മൊത്തം കാലിയായി. എന്റെ ആകുമ്പോഴത്തേക്ക് ആരുമില്ല. പിന്നെ എന്തൊക്കെയായി, ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. തരാനുള്ളവർക്കും ഇൻട്രസ്റ്റ് ഇല്ല, വാങ്ങിക്കാനുള്ളവർക്കും ഇൻട്രസ്റ്റ് ഇല്ല. ആ അവസ്ഥയില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും മക്കൾക്ക് പേരിടാം. അല്ലേ മക്കൾ ഇതുപോലെ ഭാവിയിൽ അനുഭവിക്കും. അതുപോലെ എന്നിട്ട് ഇങ്ങനെ. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. അപ്പൊ നമ്മളിത് വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് തീരെ വയ്യ. നമ്മുടെ വീട്ടുകാർ അവിടെ വെയിറ്റിംഗ് ആണ്. അവര് നമ്മളെ പോലെ പട്ടിയായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഇനി റിട്ടേൺ ചെയ്യട്ടെ. അപ്പൊ ഇനി നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ.